ഇവിടെ രണ്ട് ഭരണവിരുദ്ധ തരംഗത്തെപ്പറ്റി ശ്രീ ഷുക്കൂർ പറയുകയുണ്ടായി. പക്ഷേ ഇവിടെ CPM ഏറ്റവും ശക്തമായി ഉന്നയിക്കുന്നൊരു കാര്യം, രാജ്യസഭാ MP ആണ് വേണുഗോപാൽ. 2 വർഷം അദ്ദേഹത്തിന് ഇനിയും കാലാവധി ഉണ്ട് താനും. ഇനി അവിടെ അദ്ദേഹം തുടരുമോ ഇല്ലയോ എന്ന് ജനം തീരുമാനിക്കട്ടെ. ഇവിടെ ജയിച്ചാൽ ആ രാജ്യസഭാ സീറ്റ് ആർക്ക് കിട്ടും? അപ്പോൾ ഒരർത്ഥത്തിൽ വേണുഗോപാലിൻ്റെ ഇവിടുത്തെ സ്ഥാനാർത്ഥിത്വം ആരെ സഹായിക്കുന്നതാണ്? എനിക്കതിനകത്ത് പറയാനുള്ളത്, രാജസ്ഥാനിൽ CPM-ൻ്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് ശ്രീമാൻ KC വേണുഗോപാലാണ്. നിങ്ങളെല്ലാവരും ആ വാർത്ത കണ്ടു കാണും. ഈ രാജ്യത്ത് CPM-ഉം കോൺഗ്രസും ഒരു മുന്നണിയിലാണ് മത്സരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. വാളയാർ വിട്ടുകഴിഞ്ഞാൽ ഡിണ്ടിഗലിൽ നമ്മൾ കണ്ടതല്ലേ, ഡിണ്ടിഗലിൽ CPM-ൻ്റെ സ്ഥാനാർത്ഥി അവിടെ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ടാണ് വോട്ട് പിടിക്കുന്നത്. അപ്പോൾ ഈ CPM-ഉം കോൺഗ്രസും മത്സരിക്കുന്നത് എന്തിനാണ് ഈ രാജ്യത്തെന്ന് ചോദിക്കുമ്പോൾ പൊതുസമൂഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അത് അവർ തന്നെ പറഞ്ഞില്ലേ. CPM പറയുന്നത് അവരുടെ ആകെ അജണ്ട എന്ന് പറയുന്നത് ചിഹ്നം നിലനിർത്തുക എന്നുള്ളതാണ്. കാരണം രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ സദ്ഭരണം തുടരുമെന്ന് ജനങ്ങൾ പറയുമ്പോൾ ഈ കേരളത്തിൽ CPM-കാർ വോട്ട് പിടിക്കുന്നത് അവരുടെ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. മിനിമം 50 MP-മാർ വേണം മുഖ്യ പ്രതിപക്ഷമെന്ന് അംഗീകാരം കിട്ടാൻ വേണ്ടി. കോൺഗ്രസ് ഈ കേരളത്തിൽ അവർ മത്സരിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്തായാലും രാജ്യത്തിൻ്റെ ഭരണം കിട്ടത്തില്ല, വീണ്ടും മോദി വരും. എല്ലാ വീടുകളിലും കോൺഗ്രസ്സുകാരും CPM-കാരും ഒരു കാര്യം പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, മോദി വീണ്ടും ഭരണത്തിൽ വരും. അപ്പൊ ഞങ്ങൾ കണക്കുകളൂടെ ചർച്ചയ്ക്ക് വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ. 50 MP-മാരുണ്ടെങ്കിലാണ് മുഖ്യ പ്രതിപക്ഷമാവുക എന്നൊക്കെ പറയുന്നത്. കണക്കുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം വരാൻ. ഞാൻ പറയാം. അതെ. അപ്പൊ നിക്കട്ടെ. അല്ലല്ല വിമലെ, ബാക്കിയുള്ളവരോട് പറയട്ടെ. അല്ലല്ല ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. 1 മിനിറ്റ്. ഇവിടെ ശ്രീ ഷുക്കൂർ, ശരി ആദ്യം കണക്കൂടെ നോക്കിയിട്ട് വരണേ. ശരി ശ്രീ ഷുക്കൂർ,